രാജ്യത്തെ മോദി ട്രംപിന് വിറ്റെന്ന് രാഹുൽ. ഇന്ത്യ-US വ്യാപാര കരാറിൽ കേന്ദ്ര സർക്കാരിനെ ലോക്സഭയിൽ അതിരൂക്ഷമായി വിമർശിച്ച് പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി. രാജ്യത്തെ ട്രംപിന് വിറ്റു എന്നാരോപിച്ച രാഹുൽ, അമേരിക്കയ്ക്ക് മുന്നിൽ പൂർണ്ണമായും കീഴടങ്ങുന്നതാണ് കരാറെന്നും ബജറ്റ് ചർച്ചയ്ക്കിടെ ആരോപിച്ചു. എവിടെ നിന്ന് എണ്ണ വാങ്ങണമെന്ന സ്വാതന്ത്ര്യം പോലും ഇപ്പോൾ ഇന്ത്യക്കില്ല. കേന്ദ്ര ബജറ്റിൽ രാജ്യത്തിനായി ഒന്നുമില്ലെന്നും രാഹുൽ വിമർശിച്ചു. അദാനിയാണ് ബജറ്റിന്റെ കേന്ദ്രബിന്ദു. പ്രതിരോധ ബജറ്റ് അംബാനിക്ക് വേണ്ടിയാണെന്നും രാഹുൽ പറഞ്ഞു. ഇതോടെ അദാനിയുടെയും അംബാനിയുടെയും പേര് പരാമർശിക്കരുതെന്ന് സ്പീക്കർ റൂളിംഗ് നൽകി. കേന്ദ്ര ബജറ്റിൽ രാജ്യത്തിനായി ഒന്നുമില്ലെന്ന് രാഹുൽ വിമർശിച്ചു. അമേരിക്കയുടെ ആധിപത്യത്തെ ചൈനയും റഷ്യയും മറ്റ് ശക്തികളും വെല്ലുവിളിച്ചുകൊണ്ടിരിക്കുന്ന സമയമാണ്. US-ന്റെ അപ്രമാദിത്വം വെല്ലുവിളി നേരിടുകയാണ്. ഡോളർ വെല്ലുവിളി നേരിടുകയാണ്. അപ്പോഴാണ് ഇന്ത്യ US-ന് കീഴടങ്ങിയത്. രാജ്യം എന്ന നിലയ്ക്ക് സ്വന്തം ശക്തി തിരിച്ചറിയണം. US-മായി നടത്തിയ ചർച്ചയിൽ ഇന്ത്യക്ക് പലതും നഷ്ടമായി. ഡിജിറ്റൽ ട്രേഡിൽ നിയന്ത്രണം നഷ്ടമായി. ഇന്ത്യ സഖ്യമാണ് ചർച്ച നടത്തിയതെങ്കിൽ ഡേറ്റ സംരക്ഷണം ഉറപ്പാക്കുമായിരുന്നു. കർഷകരെ സംരക്ഷിക്കുമെന്ന് ട്രംപിനോട് പറയുമായിരുന്നു, രാഹുൽ പറഞ്ഞു. വിവാദമായ എപ്സ്റ്റീൻ ഫയൽ വിഷയവും രാഹുൽ സഭയിൽ ഉയർത്തി. US-ലെ അദാനിക്കെതിരായ കേസും പരാമർശിച്ചു. ഇതോടെ സഭയിൽ ബഹളം തുടങ്ങി. പ്രസംഗത്തിനിടെ ഇടപെട്ട സ്പീക്കർ അദാനിയുടെയും അംബാനിയുടെയും പേര് പരാമർശിക്കരുതെന്ന് റൂളിംഗ് നൽകി. ബജറ്റിൽ കേന്ദ്രീകരിച്ച് സംസാരിക്കാനും നിർദ്ദേശിച്ചു. എപ്സ്റ്റീൻ ഫയലിൽ പേരുള്ളതിനാലാണ് അനിൽ അംബാനിയെ ജയിലിലിടാത്തതെന്ന് രാഹുൽ ഗാന്ധി പറഞ്ഞു. അദാനിയാണ് ബജറ്റിന്റെ കേന്ദ്രബിന്ദു. സ്പീക്കറുടെ ചെയറിലിരിക്കുന്ന ജഗദാംബിക പാൽ മുൻ കോൺഗ്രസുകാരനാണെന്നും രാഹുൽ ഓർമ്മിപ്പിച്ചു. ഇന്ത്യയെ വിൽക്കുന്നതിൽ കേന്ദ്ര സർക്കാരിന് നാണമില്ലേ? സുഹൃത്തുക്കൾക്ക് വേണ്ടി മോദി കീഴടങ്ങി. US വ്യാപാര കരാറിൽ ഒരു യുക്തിയുമില്ലെന്നും പൂർണ്ണമായ കീഴടങ്ങലാണെന്നും രാഹുൽ ഗാന്ധി ആരോപിച്ചു.